എന്ന ദീനിന്റെ പ്രബോധനം, അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മളെല്ലാവരും കാണിക്കണം. ഇനിയൊക്കെ ഈ തീരുമാനങ്ങൾ അള്ളാഹുവിനും ദീനിനും വേണ്ടിയുള്ള ത്യാഗപൂർണമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇനി നമ്മൾ എന്ന് തീരുമാനിക്കും? വഹും യസ്തരിഹൂന ഫീഹ, ആ നരകത്തിൽ അവർ ആർത്ത് നിലവിളിച്ചു കൊണ്ടിരിക്കും. റബ്ബന അഖ്രിജ്ന, റബ്ബെ ഒന്ന് പുറത്ത് കിട്ടണ്ട, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ വേറൊരാളായി ഇങ്ങനെയൊന്നും അല്ല ഈ കര. ഇനി ഒന്ന് നരകത്തുനിന്ന് പുറത്തടന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ ജീവിതമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നന്നാക്കി ഒരു നല്ല മനുഷ്യനായി വരുന്നതാണ്. അപ്പം അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ന് മനസ്സ് തട്ടിയാൽ നല്ലതാ സുഹൃത്തുക്കൾ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടിയിട്ടുണ്ടല്ലോ. അതിനൊക്കെയുള്ള ആയുസ് ദുനിയാവിൽ കിട്ടിയില്ലേ? ആലോചിക്കാനും ചിന്തിക്കാനും പുനർവിചിന്തനത്തിനുമുള്ള സമയം ലഭിച്ചില്ലേ? വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? ഫദൂഖൂ ഫമാ ലിദ്ദാലിമിൻ നസീർ, ഇന്നപ്പം ഞാൻ അനുഭവിക്കും. ഇനിയിപ്പം അനുഭവിക്കാനുള്ള സമയമാണ്, ഇപ്പം പുറത്തു പോകാനുള്ള സമയമല്ല. അതുകൊണ്ട് ഒരു സഹായിയും ഇവിടെ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സന്നദ്ധത, അള്ളാഹ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക്, ആരോഗ്യത്തിനും സമ്പത്തിനും ജീവിതത്തിനും ഒരു സമർപ്പണം ആ ബദറിന്റെ ഓർമ്മയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ആ സന്നദ്ധത ഇഹലോകത്തും പരലോകത്തും വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും.